ഗുഡ് മോർണിംഗ്. നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റനെയർ, അതിലെ ഡാറ്റ കളക്ഷൻ്റെ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസ്ക്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിൽ 4 വിൻഡോസ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റനെയർ ആണ്. സെക്കൻഡ് വിൻഡോ ഒരു എക്സൽ ഷീറ്റ് തുറന്നു വെച്ചിട്ടുണ്ട്. ദെൻ തേർഡ് വിൻഡോ ഒരു വേർഡ് ഫയൽ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഫോർത്ത് വിൻഡോ ഒരു ചാറ്റ് ജിപിടിയുടെ ഒരു വിൻഡോയും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ക്വസ്റ്റനെയർ ആണ്. ക്വസ്റ്റനെയറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ കാണാം. അതിൽ നമ്മൾ മൊബൈൽ ഫോണിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് താഴെ ഒരു പെൻ ഐക്കൺ കാണാം. നമ്മൾ ഏത് മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണോ ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതേ ഫോൺ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അതേ മെയിൽ ഐ ഡി യൂസ് ചെയ്യുന്ന അതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു പെൻ ഐക്കൺ കാണാം. അങ്ങനെ അതിൽ ആ പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ്, റെസ്പോൺസസ്, അതേപോലെ തന്നെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞത് കാണാം. അതിൽ നമുക്ക് റെസ്പോൺസസ് ആണ് എടുക്കേണ്ടത്. ആ റെസ്പോൺസസിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ റെസ്പോൺസസ് എന്നുള്ള അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഇവിടെ 34 റെസ്പോൺസസ് ആണ് വന്നിട്ടുള്ളത്. ആ റെസ്പോൺസുകൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ റെസ്പോൺസുകൾ ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ നെയിം ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ വന്നിട്ടുള്ള നെയിമുകളാണ് അതിൽ വരുന്നത്. ദെൻ അതേപോലെ തന്നെ ഏജ്, ദെൻ നെക്സ്റ്റ് കറണ്ട് ലൈസൻസ് സ്റ്റാറ്റസ് എന്നുള്ളത് നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ റാങ്ക് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇതിൻ്റെയൊക്കെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം എടുക്കേണ്ട യഥാർത്ഥത്തിൽ ഇത് റെസ്പോൺസ് ആയിട്ട് ഇവിടെ നിന്നും ചെയ്യാം. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ലിങ്ക് ടു ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഐക്കൺ കാണും. മൊബൈലിൽ തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് എ ന്യൂ സ്പ്രെഡ് ഷീറ്റ് എന്നുണ്ടാവും. അവിടെ ക്രിയേറ്റ് കൊടുക്കുക. അവിടെ ക്രിയേറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു പുതിയ സ്പ്രെഡ് ഷീറ്റ് ഓപ്പൺ ആയിട്ട് വരും. ആ സ്പ്രെഡ് ഷീറ്റിനകത്ത് നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ആ ഒരു പിന്നെ ഏത് സമയത്താണോ ആ റെസ്പോൺസ് വന്നിട്ടുള്ളത്, ആ റെസ്പോൺസ് വന്ന സമയവും അത് ആരൊക്കെയാണ് അവരുടെ പേര്, ദെൻ ഏജ്, ദെൻ കറണ്ട് ലൈസൻസ് സ്റ്റാറ്റസ് എന്നൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്വസ്റ്റ്യനകത്ത്. അതുപോലെ തന്നെ റാങ്ക് ദി ഫോളോയിങ് എന്ന് പറഞ്ഞാൽ റാങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റാങ്ക് ചെയ്തതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിനകത്ത് അങ്ങനെ വന്നിട്ടുള്ള അതായിരുന്നു പിന്നെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ജസ്റ്റ് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഇതിൻ്റെ താഴെ ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്ന ഓരോ ക്വസ്റ്റ്യൻസും റാങ്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിനുശേഷം റാങ്ക് കഴിഞ്ഞാൽ അവയർനെസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. രണ്ടാമത്തെ ആ അവയർനെസ്സിൻ്റെ പോയിന്റുകൾ ഉണ്ടല്ലോ, ഓരോ പോയിന്റ് അതിലെ അവയർനെസ് ആണ് അവിടെ കാണുന്നത്. ദെൻ അതിൽ ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്നു. ദെൻ ലാസ്റ്റ് ഒരു സജഷൻ്റെ ഓപ്ഷൻ. ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായത്. അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നെയിം ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെയിമിനെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെയിം നമുക്ക് നമ്മുടെ ഡാറ്റ അനാലിസിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ചോദ്യമായിട്ട് നമ്മൾ ഏജ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിൻ്റെ ഒരു ഡെമോ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏജ്, അതുപോലെ ജെൻഡർ, അതുപോലെ നമ്മൾ ഇൻകം സ്റ്റാറ്റസ്, പിന്നെ അതേപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനൊക്കെ ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൻ്റെ ഒറ്റ എക്സാമ്പിൾ മാത്രമാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഏജിൻ്റെ ക്വസ്റ്റ്യൻ കാണാം. ഈ ക്വസ്റ്റിനെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ 30 to 45 ഉണ്ട്. പല ഏജ് കാറ്റഗറിയിൽ താഴേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ബിലോ 30 ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ 30 to 45 അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്തത് പല ഏജ് കാറ്റഗറിയിലെ ആൾക്കാരുണ്ടാവും. ഇതിൽ ആകെ 2 ഏജ് കാറ്റഗറി കാണുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് പിന്നെ ഇത് രണ്ടും അടുത്തടുത്ത് വന്നിട്ടുണ്ട്, 30 to 45 എന്നുള്ളത്. ചില സമയങ്ങളിൽ ഇങ്ങനെ 30 to 45 ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടാവും, പിന്നെ കുറച്ച് താഴെയായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. ഇതിന് പല ഏജ് കാറ്റഗറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഈ മുകളിൽ ഏതാണോ ആ ഒരു സ്പ്രെഡ്ഷീറ്റിലെ കോളമായിട്ട് വരുന്നത്, ആ കോളത്തിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ആ ഒരു ലെറ്റർ വരുന്നില്ല, ഇപ്പോൾ മുകളിൽ ABC എന്ന് കാണാം, ഇവിടെ C എന്ന് പറയുന്ന കോളം, അതിൽ പോവുക. അതിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ സോർട്ട് A to Z എന്ന് കാണാം. ആ സോർട്ട് A to Z എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തടുത്ത് വരും. ഇവിടെ ഓൾറെഡി അത് പിന്നെ 30 to 45 രണ്ടും അടുത്തടുത്തായി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളൊക്കെ അടുപ്പിച്ചാണ് വരുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി കാണാം. അപ്പോൾ ഇവിടെ അത് സോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ 2 എണ്ണമാണ് നമുക്കുള്ളത്. ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 to 45 എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് കൗണ്ട് 2 എന്ന് കാണാം. ദെൻ അതേപോലെ തന്നെ ബിലോ 30 എന്നുള്ളതിന് കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും ഇവിടെ 32 ആണ്. നമുക്ക് ടോട്ടൽ 34 റെസ്പോൺസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 32 റെസ്പോൺസസ് ബിലോ 30 ആണ്. ബാക്കി രണ്ടെണ്ണം വരുന്നത് 30 to 45 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഷീറ്റിൻ്റെ പേര് നമ്മൾ ഒന്നാമത് റീനെയിം ചെയ്യുക. ഷീറ്റിൻ്റെ പേര് ഷീറ്റ് 1 എന്നുള്ളിടത്ത് റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീനെയിം ഓപ്ഷൻ കാണാം. അവിടെ റീനെയിം എന്ന് കൊടുക്കുക. റീനെയിമിൽ നമ്മളിപ്പോൾ ഏജ് ആണ് ഇവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. സോ ഏജ് എന്ന് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ദെൻ ഏജ് കാറ്റഗറിയിൽ നമ്മൾ ആ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു, ഏജ് എന്ന് പറയുന്ന ഒരു കോളം. ദെൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിലോ 30 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിലോ 30, അതുപോലെ തന്നെ 30 to 45, 30 to
45, then 45 to 60, 45 to 60, and last one 60 above 60 ആയിരുന്നു ഉണ്ടായിരുന്നത്. above 60 എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. above 60 എന്ന് കൊടുക്കാം. ദെൻ ഇവിടെ ഏജ് അത് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എളുപ്പമാവും. ഏജ്, അതുപോലെ നെക്സ്റ്റ് കോളം കൊടുക്കേണ്ടത് നമ്പർ ഓഫ് റെസ്പോണ്ടന്റ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. നമ്പർ ഓഫ് റെസ്പോണ്ടൻസ്, നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് എന്നുള്ള കോളം കൊടുക്കുക. ജസ്റ്റ് അതിനെ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ആ കോളം വലുതാക്കാം. ദെൻ അടുത്ത കോളം വേണ്ടത് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ്, ഇങ്ങനെ ഒരു കോളം ടേബിൾ, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചൊരു ടേബിൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സെറ്റ് ചെയ്തിടുക. ഇതിനെ ജസ്റ്റ് കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്തിട്ട് താഴെ ഒരു ടോട്ടൽ കോളം കൂടി കൊടുക്കുക. ടോട്ടൽ എന്നുള്ള കോളം കൂടി കൊടുക്കുക. ദെൻ ഇതിനെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് അതിനെ ബോർഡർ കൊടുക്കാം. ഓൾ ബോർഡേഴ്സ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് വന്നു. ആ ടേബിളിൽ ഇനി നോക്കുക, നമുക്ക് നമ്മുടെ റെസ്പോൺസിൽ വന്നിട്ടുണ്ടായിരുന്നത് 30 to 45 എന്നുള്ളത് 2 എണ്ണമാണ് വന്നിട്ടുള്ളത്. ദെൻ അതേപോലെ തന്നെ ബിലോ 30 നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്, കൗണ്ട് വന്നത് 32 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് കൗണ്ട് 32 ആണ് വന്നത്. സോ അവിടെ 32 എന്ന് കൊടുക്കുക. ദെൻ ബാക്കിയൊക്കെ 0 ആയിരിക്കും വരുന്നുണ്ടാവുക. 0. ദെൻ നെക്സ്റ്റ് കോളം 0 ആണ് വരുന്നത്. അതിനെ ജസ്റ്റ് സെൻട്രൽ അലൈൻമെന്റിലേക്ക് കൊടുക്കാൻ വേണ്ടി സെൻട്രൽ അലൈൻമെന്റ് കൊടുക്കും. ഇനി പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാണ്. ഈക്വൽ ടു 32 ആണ് ഡിവൈഡ് ബൈ ടോട്ടൽ 34 റെസ്പോൺസസ് ആയിരുന്നു ഉണ്ടായത്. നിങ്ങൾ എത്രയാണോ റെസ്പോൺസ് ഉള്ളത് ആ റെസ്പോൺസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 60 ആണെങ്കിൽ 60, 62 ആണെങ്കിൽ അത്, 70 ആണെങ്കിൽ അത്. അപ്പോൾ ഇവിടെ ടോട്ടൽ 34 റെസ്പോൺസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇവിടെ 34 എന്ന് കൊടുത്തു, ഇൻറ്റു 100 കൊടുക്കുകയാണ്. ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ 94 എന്ന് വരും. നമുക്കൊരു 2 ഡിജിറ്റ് മതി. സോ അതിനെ ജസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് 2 ഡിജിറ്റിലേക്ക് കൊണ്ടുവരാണ്. ദെൻ ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കംപ്ലീറ്റ്ലി കിട്ടും. ഇനി ഇവിടെ നമ്മൾ ടോട്ടൽ വരുന്നത് 34 ആണ് വരുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 34 100 ആയിരിക്കും വരിക. ജസ്റ്റ് ഇതിനെയൊക്കെ ഒന്ന് ബോൾഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഹെഡിങ്ങുകളെയും അതേപോലെ ടോട്ടലിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ബോൾഡ് ചെയ്യേണ്ടതുണ്ട്. അത് ബോൾഡ് ചെയ്ത് വെക്കുക. ഈ ഹെഡിങ്ങിനെ ഒന്ന് ബോൾഡ് ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ ഈ എക്സൽ ഷീറ്റിനകത്ത് ചെയ്യേണ്ടത്. ഇനി ഇവിടുന്ന് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഈ ഏജ് ഇത്ര ഭാഗം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ കൺട്രോൾ നമ്മൾ നെക്കി പിടിച്ചുകൊണ്ട്, ജസ്റ്റ് കൺട്രോൾ ഒന്ന് നെക്കി പിടിച്ചുകൊണ്ട് പെർസെൻറ്റേജിൻ്റെ കോളം കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം അതിൽ ഇൻസെർട്ട് കൊടുത്ത് നമ്മൾ ഗ്രാഫ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഗ്രാഫിൽ ഇവിടെ ഇൻസെർട്ടിൽ പോയി കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഗ്രാഫ് കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒരു ഗ്രാഫ് നമ്മൾ ചൂസ് ചെയ്യുക. സോറി, അതിൽ ടോട്ടൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഏജിൻ്റെ ഇത്രയും ഭാഗം, ദെൻ പെർസെൻറ്റേജിൻ്റെ ഇത്രയും ഭാഗം, ടോട്ടൽ കോളം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇൻസെർട്ടിൽ ഗ്രാഫ് കൊടുക്കുക. ആ ഗ്രാഫ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ബിലോ 30 ഇത്ര പെർസെൻറ്റേജ് ആണ്, 30 to 45, ബാക്കി രണ്ടും നില്ലാണ്. സോ ഇവിടെ ഉള്ള പെർസെൻറ്റേജ് എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ എക്സൽ ഷീറ്റിൽ ചെയ്യേണ്ടത്. ദെൻ ഇനി അത് നേരെ നമുക്ക് വേർഡ് ഫയലിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. വേർഡ് ഫയലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഒരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുക. ആ വേർഡ് ഫയലിനകത്ത് ചാപ്റ്റർ 4 ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ സെൻട്രലായിട്ടാണ് കൊടുക്കേണ്ടത്. സെൻട്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പേജ് ചെറുതാക്കുന്ന സമയത്ത് സെൻട്രലായിട്ടാണ് വരേണ്ടത്. ഇനി അതിന്റെ സെക്കൻഡ് പേജിൽ നമ്മൾ ഫസ്റ്റ് ടേബിളാണ് കൊടുക്കാൻ പോകുന്നത്. ചാപ്റ്റർ 4 ഒന്നാമത്തെ ടേബിളാണ് കൊടുക്കാൻ പോകുന്നത്. സോ അവിടെ ടേബിൾ 4.1 എന്ന് ടേബിൾ നമ്പർ കൊടുക്കുക. അതിന്റെ താഴെയായിട്ട് ഏജ് ലെവൽ ക്ലാസിഫിക്കേഷൻ എന്ന് കൊടുക്കുക. ദെൻ ആ ഏജ് ലെവൽ ക്ലാസിഫിക്കേഷന്റെ താഴെ നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടേബിൾ കംപ്ലീറ്റ്ലി അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക, അവിടുന്ന് കോപ്പി ചെയ്യുക. ആ കോപ്പി ചെയ്തിട്ടുള്ള ടേബിൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് അതിനെ ജസ്റ്റ് സെൻട്രൽ അലൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിലേക്ക് വരും. അതിന് ആ ടേബിൾ അവിടെ വരും. വേണമെങ്കിൽ അതിന്റെ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി നമ്മൾ ആ ടേബിളിന്റെ താഴെ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട കാര്യമാണ് സോഴ്സ് കൊടുക്കണം. സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അവിടെ പ്രൈമറി ഡാറ്റ എന്ന് കൊടുക്കണം. സോഴ്സ് പ്രൈമറി ഡാറ്റ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ആ ഒരു ടേബിളിന്റെ റൈറ്റ് സൈഡിലാണ് കൊടുക്കേണ്ടത്. റൈറ്റ് സൈഡിൽ കൊടുക്കണം. അതിന് നമ്മൾ ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. റൈറ്റ് സൈഡിൽ ജസ്റ്റ് അത് കൊടുക്കാം. ഇനി അതിന്റെ താഴെയായിട്ട് ചാപ്റ്റർ 4.1 ആണ്. ചാപ്റ്റർ 4.1 എന്ന് പറഞ്ഞ ചാർട്ടാണ്. ഈ ടേബിളിന്റെ ഗ്രാഫ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാർട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ചാർട്ട് 4.1, അതായത് 4ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ ചാർട്ട് എന്നുള്ള രീതിയിൽ അതിന് ഹെഡിങ് സെയിം ഹെഡിങ് തന്നെ കൊടുക്കാം. അതിന്റെ താഴെയായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രാഫ്, അത് അവിടുന്ന് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് അവിടുന്ന് കോപ്പി ചെയ്യുക. ആ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക.
പേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഗ്രാഫ് ഇവിടെ വരും. ദെൻ ആ ഗ്രാഫിനെ നമുക്ക് അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഓൾറെഡി സെൻട്രൽ അലൈൻമെൻ്റ് ആണ്, അതിനെ സെൻട്രലാക്കി കൊണ്ടുവരാം. ദെൻ അതിൻ്റെ താഴെയും സോഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രൈമറി ഡാറ്റ കാണിക്കാം നമുക്ക്. അത് നിർബന്ധമാണ്. ആ ചാർട്ടിൻ്റെ താഴെയും നമ്മൾ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ദെൻ ഇനി അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുകയാണ് വേണ്ടത്. ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്ര കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു എക്സൽ ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ ടേബിളിനെ ജസ്റ്റ് കോപ്പി ചെയ്യാം. ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ChatGPT ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സെൻറ്റൻസിൻ്റെ കാര്യങ്ങളും തെറ്റുന്ന കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. സോ ആ ഒരു കംപ്ലീറ്റ് ടേബിൾ അവിടുന്ന് കോപ്പി ചെയ്തിട്ട് നേരെ ChatGPT എന്ന് പറയുന്ന ആ ഒരു പേജിലേക്ക് നമുക്ക് വരാം. അവിടെ ഈ ഒരു ഇതിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, അതിനെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുള്ള ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട്, പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ താഴെ എന്ത് ചെയ്യുക, അതിൻ്റെ താഴെയായിട്ട് ഒരു പിന്നെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ജസ്റ്റ് കൊടുക്കാം. അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കേണ്ടത് താഴെ ജസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുക്കുക. അത് ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഇൻ്റർപ്രറ്റ് എന്ന് കൊടുക്കാം. above table in paragraph എന്ന് കൊടുക്കാം. അപ്പോൾ പാരഗ്രാഫിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് കിട്ടും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് ദ ടേബിൾക്ക് വേണം. അതിൽ നമുക്ക് മെജോറിറ്റി ഓഫ് റെസ്പോണ്ടർ അക്കൗണ്ടിങ് ഫോർ 94, അതായത് 32 ഇൻഡിവിജ്വൽസ് ഏജ് ബിലോ ഏജ് 30 ആണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ അത് നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ കിട്ടും. ആ ഇൻ്റർപ്രിട്ടേഷൻ നേരെ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ വേർഡ് ഫയലിലേക്ക് വരിക. വേർഡ് ഫയലിൽ ഇവിടെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ഫുൾ അലൈൻമെൻ്റ് ആയിട്ട് കൊടുക്കണം. ഫുൾ അലൈൻമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരും. അപ്പോൾ ദ ഗിവൺ ടേബിൾ എന്നുള്ളതിനെ മാറ്റിയിട്ട് ദ above table ടേബിളിന്റെ നമ്പർ നമുക്കറിയാം 4.1 ആണ്. 4.1 ആൻഡ് ചാർട്ടും അത് കാണിക്കുന്നുണ്ട്. ചാർട്ട് 4.1 represents the age distribution of 30 for respondent. ബാക്കി അതിലൊന്നും ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക, അതിൽ കൊടുക്കുക. ഇതാണ്. ഇനി വേണമെങ്കിൽ ജസ്റ്റ് വായിച്ചിട്ട് ഡാറ്റ സജഷൻ, ആ ഒരു സജഷൻ ഒക്കെ വേണമെങ്കിൽ അതൊന്ന് ഒഴിവാക്കാം. എന്താ നമുക്ക് ആവശ്യമുള്ള അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കിട്ടിയാൽ മതി. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ ആയി. ഇപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ബാക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാം.